ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും പ്രമുഖരിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് പേരെടുത്ത് പറഞ്ഞാൽ പത്മകുമാർ, വാസു ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് പുറത്തേക്ക് വരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുമാത്രമല്ല, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വിറ്റു കഴിഞ്ഞു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള നീക്കം? ഉന്നതരെ അറസ്റ്റുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? 430 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിയെന്നാണ് ഇന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നിട്ടുള്ളത്. ബെല്ലാരിയിലെ ഒരു വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സ്വർണം തന്നു, ശബരിമലയിലെ പൂജാരിയാണ് എന്നാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത്, ഈ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ, ഇയാൾ ഏതെങ്കിലും തരത്തിൽ വേദം പഠിക്കുകയോ അല്ലെങ്കിൽ ഈ വല്ല പൂജയോ ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ ഇയാൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആളായിരിക്കില്ല. ഒരു പക്ഷെ അയാൾ കമ്മ്യൂണിസത്തിലൂടെ അങ്ങനെ വളർന്നു വന്ന നിരീശ്വരവാദി അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഭഗവാന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ട് വിറ്റ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കേവലം നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ, ഞാനോ നിതിനോ ആണ്, നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഒരു രൂപ വീണ് കിട്ടി, ആ രൂപ നമ്മൾ എടുക്കാൻ ഭണ്ഡാരത്തിലിടും. അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു പോറ്റി പോയിട്ട് ഇത്ര ധൈര്യത്തോടു കൂടി അവിടെ പോയി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അതെ, ഇയാൾ അന്തം കമ്മിയെന്ന് മാത്രമല്ല, ഈ അന്തം കമ്മികൾക്ക് മാത്രമാണ് ഈ ധൈര്യം വരുള്ളൂ. കാര്യം അവർക്ക് ഈ ഈശ്വര വിശ്വാസമില്ല. ഒന്നാമത്തത്, ഈശ്വര വിശ്വാസം ഇല്ലാത്ത അന്തം കമ്മികളെ ക്ഷേത്രത്തിന്റെ ഭരണം ഏൽപ്പിക്കുന്നത് തന്നെയാണ് തെറ്റ്. അതിന് ഒന്നാമത് കുറ്റം പറയേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ അധികാരത്തിൽ കയറ്റുന്ന ഇവർ അധികാരത്തിൽ കയറിയിട്ട് ഇപ്പം ഞാൻ പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റിപ്പോ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് അഴിമതി ഇല്ലെന്ന് ചോദിച്ചാൽ ഒരു ഉണ്ടാവാം. പക്ഷെ ദേവന്റെ മുതൽ കട്ടു എന്ന് പറയാൻ പറ്റില്ല. അത് ഭഗവാന്റെ സ്വർണം നേരിട്ട് അടിച്ചു മാറ്റുന്ന രീതിയിലേക്കൊന്നും അവർ പോകാറില്ല ചരിത്രത്തിൽ ആദ്യം. അതെ. അപ്പൊ അതാണ് ഇതിന്റെ സംഭവം. ഈ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണ്, അതായത് 2 തവണയായിട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 10 കൊല്ലത്തിനിടയ്ക്ക് 2-3 ടേമില് ദേവസ്വം ബോർഡ് വന്നു. ആ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏഴരപ്പൊന്നാനയെ അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി. അതറിയായിരുന്നു, ഇതിനെ കേട്ടായിരുന്നു. ഏഴരപ്പൊന്നാന എന്ന് പറയുന്നത് അവിടുത്തെ പണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആനയുടെ വിഗ്രഹമാണ്. അതിന്റെ മൂല്യം പോലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് പഞ്ചലോഹ കൂട്ടുകളും കാര്യങ്ങളും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏരപ്പൊന്നാനയാണ്. ഒരു ദിവസം പറയാണ് ഇതിന്റെ മാറ്റം കുറഞ്ഞു, അപ്പൊ കൊണ്ടുപോയിട്ട് ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് മാറ്റണം. ചിലപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആരാന്നറിയോ? അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ പറയുന്ന മുരാരി ബാബു. ഈ മുരാരി ബാബു ആണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇയാൾ അവിടെ ആനയുടെ പേരിൽ പണം പിരിച്ച് ഒരാനയ്ക്ക് വേണ്ടിയിട്ട് 15 സ്പോൺസർമാരെ അയാൾ ഉണ്ടാക്കും. ഒരാനയ്ക്ക് എന്നിട്ട് ഒരു സ്പോൺസറുടെ പണം ഇയാൾ കൊടുക്കും. ഇങ്ങനെയുള്ള കള്ളനാണ് ആര്? ഈ മുരാരി ബാബു. ഈ മുരാരി ബാബുവിനെതിരെ എന്ത് വന്നു? ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നു. ഇയാളെ ഒരു കാരണവശാലും ഇതിൽ വെച്ചിരിക്കാൻ പാടില്ല, പുറത്താക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു. ആരൊക്കെ കൊടുത്തു അറിയോ? ദേവസ്വം വകുപ്പിനെ കൊടുത്തു. ദേവസ്വം വകുപ്പ് അത് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും കൈമാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം വകുപ്പ് നടപടി എടുക്കേണ്ടതാ. പക്ഷേ ആഭ്യന്തര വകുപ്പും ഈ കാര്യം കൃത്യമായി മുഖവിലേക്കെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖവിലേക്കെടുത്തില്ല. ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് മുഖവിലേക്കെടുത്തില്ല. അന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആണല്ലോ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞത്? ഇയാള് കള്ളനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇയാളെ ശബരിമലയിലേക്ക് പറഞ്ഞത്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് CPM-നാണ്. CPM അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുരാരി ബാബുവിനെ അവിടെ കൊണ്ടുപോയി ഈ പറയുന്ന ഏറ്റുമാനൂരിൽ നിന്ന് ശബരിമലയിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തത്. അല്ലെങ്കിൽ കുറച്ചും കൂടി കക്കാൻ സുഖമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ് കൊടുക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ഈ പറയുന്ന മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. അയാളാണ് മൊത്തം ചെയ്യുക. പക്ഷെ അയാളെക്കാൾ മുകളിലാണ് ഹൈക്കോടതി അവിടെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. അദ്ദേഹത്തെ ഒരു കാര്യം അറിയിക്കാതെയാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ കമ്മീഷണർ. അപ്പൊ അദ്ദേഹത്തെ ഒരു കാര്യം അറിയിച്ചിട്ടില്ല. അപ്പോൾ ജഡ്ജാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്രയ്ക്ക് ധൈര്യം ഇവർക്കുണ്ട്. എന്തായാലും ഇന്ന് ഈ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി ഇതില് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചതോടുകൂടി പറയുന്ന ഒരു കാര്യം, മുരാരി ബാബുവിന്റെ അടുത്ത് നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് SITക്ക് മുമ്പിൽ മുരാരി ബാബു പറഞ്ഞത് അയാൾ മാത്രമല്ല, ദേവസ്വം ബോർഡിലെ പല ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്. മാത്രമല്ല, മുരാരി ബാബുവിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി, CPM-നകത്തൊരു നേതാവ്, അയാളാണ് ഇതിന്റെ എല്ലാം പുറകിൽ
കണ്ണിയെ, അതായത് മുഖ്യ സൂത്രധാരനായിട്ട് പ്രവർത്തിച്ചത്, ആ അജ്ഞാത ശക്തി, നിഗൂഢ ശക്തി അതാരാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒരുപക്ഷെ അത് SITക്ക് മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പുറത്തു വരുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് അറിയില്ല. കാരണം SIT ഇപ്പോഴും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പുറത്തു വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കോടതി എങ്ങാൻ ഇടപെട്ട് എന്തെങ്കിലും സംശയത്തിന്റെ പുറത്ത് ചോദിക്കുകയെങ്ങാൻ ചെയ്താൽ മാത്രമേ അത് പുറത്തു വരാൻ സാധ്യതയുള്ളൂ. വെങ്കടേഷ്, അതായത് ഈ പറയുന്ന പോലെ എന്താണ് SITയുടെ തലവനാണ് വെങ്കടേഷ്, ADGP ആണ്, ലോ ആൻഡ് ഓർഡർ ADGP കൂടിയാണ് വെങ്കടേഷ്. മുമ്പ് അജിത് കുമാർ ഇരുന്ന ചുമതലയാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ട് എത്തിയിട്ട് ഈ രാഷ്ട്രപതി വരുന്ന തിരക്കിനിടയിലും അദ്ദേഹം നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുന്നേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ നിതിന് പറഞ്ഞതുപോലെ പത്മകുമാറിന്റെയും N വാസുവിന്റെയും പേര് മുരാരി ബാബു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം N വാസു ഇതിൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. നല്ല കളി എന്ന് പറഞ്ഞാൽ നല്ല കളി. കാരണം അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് സകലമാന ഉടായ്പൂർവ്വം കൂട്ടുതന്നു. അതിന്റെ പ്രതിഫലമായിട്ടാണ് N വാസുവിനെ പിന്നീട് എന്ത് ചെയ്തത്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്. അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഉദ്യോഗസ്ഥനെ ഇറങ്ങുമ്പോൾ തന്നെ അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കുകയാണ്. മനസ്സിലാക്കണം, കാരണം ബാക്കി കൂടി പോരണല്ലോ. അതെ, അത് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. ആ പത്മകുമാറിന്റെ മകനുമായി ബന്ധപ്പെട്ട ആ യോഗദണ്ഡ് കടത്തിയ വിഷയം, പത്മകുമാറിനും ഈ കാര്യത്തിൽ അത്യാവശ്യം നല്ല പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ പത്മകുമാറും വാസു ഒന്നും അല്ലാതെ ഇവർക്കെല്ലാം മുകളിൽ ഏതോ ഒരു അജ്ഞാതനായ വ്യക്തിയുണ്ട്. അതാരാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അത് ഈ പ്രശാന്ത് ഒന്നുമല്ല, ഈ CPMന്റെ ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ പേര് പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ അതാണ് ഇപ്പം നമ്മൾ ഉറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അത് പുറത്തു വന്നേക്കാം, അല്ലെങ്കിൽ അത് മുക്കിയേക്കാം. ഏതെങ്കിലും തരത്തിൽ CBIയുടെയോ EDയുടെയോ ഒക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ചിലപ്പോ, പക്ഷെ എന്നാലും പ്രശ്നമുണ്ട്. ഈ EDയുടെ അന്വേഷണം വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ പുറത്ത് ഇത് വെച്ചിട്ട് ഇവർ വിലപേശും. അങ്ങനെയുണ്ടല്ലോ, ആ ഒരു സംഭവത്തിന്റെ പുറത്തും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കണ്ണൂരൊക്കെ തൃശ്ശൂരൊക്കെ വന്നതുപോലെ ആ നമ്മുടെ ബാങ്ക് തട്ടിപ്പ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രതി ചേർത്തുകൊണ്ടാണ് ED കൊടുത്തിട്ടുള്ളത്. അതെ, ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വല്ലതും സംഭവിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും വലിയ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ഭഗവാന്റെ സ്വർണം കൊള്ളയടിച്ച് കാട്ട് കൊള്ള നടത്തി ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന, ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് കൊള്ള നടത്താൻ മുരാരി ബാബുവിനെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്ന ഈ സർക്കാരും CPMും ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇതിന്റെ കാര്യങ്ങൾ. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ മോഷണം പോയി കാണുന്നില്ല എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അത് രേഖകളിലില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഇരിങ്ങോൾക്കാവുണ്ട് നമ്മളിവിടെ പെരുമ്പാവൂര്, ഇരിങ്ങോൾക്കാവ് ദുർഗാഭഗവതി കാനന ക്ഷേത്രമാണ്, വളരെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. അവിടുത്തെ വർഷങ്ങൾ പഴക്കമുള്ള സ്വർണവും മറ്റ് കാര്യങ്ങളും ഒക്കെ എവിടെ പോയെന്ന് അവരുടെ ക്ഷേത്രത്തിലെ ആളുകൾക്ക് പോലും അറിയില്ല. കാരണം അതൊക്കെ രേഖയ്ക്ക് പുറത്താണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് രേഖയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ഏത് സമയത്താണ് ഈ സംഗതി നടന്നത്? ഇനി ഇവിടെ തൊട്ട് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രേശ ക്ഷേത്രം അറിയല്ലോ, പൂർണ്ണത്രേശന്റെ ക്ഷേത്രത്തില് വലിയ തട്ടിപ്പ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തട്ടിപ്പ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അരങ്ങേറി എന്നുള്ളതാണ് ഇപ്പൊ ഒക്കെ പുറത്തു വരുന്ന വാർത്ത. അപ്പൊ വലിയ കുംഭകോണമാണ് ദേവസ്വം കുംഭകോണം. ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് വളരുക എന്നുള്ള കുംഭകോണമാണ് ഇവിടെ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണം നടന്ന് ഈ അജ്ഞാതനായ ആളുകളെയും അതോടൊപ്പം തന്നെ അജ്ഞാതന്റെ ചരടുവലിയിൽ ഈ സ്വർണ്ണ മോഷണത്തിന് പോറ്റിക്കും മുരാരി ബാബുവിനൊക്കെ പ്രേരണ നൽകിയ ആളുകളും പുറത്തു വരുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഇത് പറഞ്ഞതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ കളവ് നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് കേരളത്തിലെ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തിന് നിയോഗിക്കും. അതിന് സംസ്ഥാന സർക്കാർ എന്തായാലും തയ്യാറാകില്ല. രാഷ്ട്രപതി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, ശബരിമലയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായൊരു അന്വേഷണം നടന്നാൽ ഉന്നതരായ പല പ്രമുഖരും കുടുങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രത്തിലെ കുംഭകോണത്തെക്കുറിച്ച് പല പൈതൃകമായി ലഭിച്ച പലതും പോയിട്ടുണ്ടാവും.
തിരിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എങ്കിലും പല പ്രമുഖരെയും പിടികൂടി ഇവരുടെ തനിനിറം കേരളത്തിന് കാണിക്കാൻ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഈ കള്ളന്മാരെ ഹാജരാക്കാൻ അന്വേഷണ സംഘം തയ്യാറാകട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ രാഷ്ട്രപതി വന്ന സമയത്ത് രാഷ്ട്രപതിയുടെ ADS ഈ ദ്വാരപാലക ശില്പം ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് ദ്വാരപാലക ശില്പം, ഇതാണ് കള്ളന്മാർ അടിച്ചു മാറ്റി എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്തത്. ആ സമയത്ത് അതുവരെ പുറകിലുണ്ടായിരുന്ന വാസവ മിനിസ്റ്റർ പെട്ടത് കാണുന്നില്ല, ടിം അദ്ദേഹം മുങ്ങിയിട്ടുണ്ട്. അതായത് ദ്വാരപാലക ശില്പത്തെ പറ്റി രാഷ്ട്രപതി ചോദിക്കുമ്പോഴേക്ക് ആര് മുങ്ങിയിട്ടുണ്ട്? വാസവ മുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടവർ കാണും എന്ന് കരുതാം. തീർച്ചയായും അയ്യപ്പനോട് കളിച്ച ആളുകളൊന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. അതുകൊണ്ട് ആര് മറച്ചു വെച്ചാലും അയ്യപ്പൻ ഈ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.